നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വിവിധ സ്കീമുകളിലായി 5 സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന 55 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്ന 5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും 2025 വർഷത്തിലെ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ഈ വർഷം മുതൽ പെൻഷൻ പുനർക്രമീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും തനത് പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷം തന്നെ കുടിശ്ശിക പെൻഷൻ പൂർണ്ണമായും വിതരണം ചെയ്യുന്നതിനും വേണ്ടിയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും വലിയ സഹായമായിട്ടുള്ള 65 ലക്ഷം പേർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തിക്കഴിഞ്ഞു. സർക്കാർ ഇനി വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് 3 ഗഡു പെൻഷൻ കുടിശ്ശികയാണ്, 4800 രൂപ വീതം. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാർ നൽകിക്കഴിഞ്ഞു. പുതിയ സാമ്പത്തിക വർഷം മുതൽ അതിൻ്റെ വിതരണം ആരംഭിക്കും. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഈ തുക പൂർണ്ണമായും വിതരണം ചെയ്യും. ഏപ്രിൽ മാസം മുതൽ ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, ഫെബ്രുവരി മാസം ലഭിക്കുന്ന തനത് മാസത്തെ തുകയായ 1600 രൂപയുടെ സഹായമായിരിക്കും. തുക വർധനവ് സംബന്ധിച്ച് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് 2500 രൂപ വരെ ആകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പരമാവധി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും നിറവേറ്റുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പെൻഷൻ വർധനവ് കൂടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ കൂടി വരുന്നു. ഫെബ്രുവരി മാസത്തിലുള്ള ഈ ആഴ്ച നടക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. 62 ലക്ഷം പേർക്കും സാമ്പത്തിക സഹായത്തിൽ വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇത് മാത്രമല്ല, പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ്, വാർഷിക വരുമാനം 1 ലക്ഷം രൂപയോ അതിന് മുകളിലോ ആണെങ്കിൽ അവർക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയില്ല. നിങ്ങൾ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കാൻ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നവർ എല്ലാവരും തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുക. അറിയിപ്പുകൾ ലഭിക്കും മുറയ്ക്ക് രേഖകൾ സമർപ്പിക്കുക. പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സർക്കാരിന് ഹാജരാക്കണം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇത് ബാധകമല്ല. വിധവ പെൻഷൻ വാങ്ങുന്നവർ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ എല്ലാവരും തന്നെ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സർക്കാരിന് സമർപ്പിക്കണം. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴിയോ ഇത് അപേക്ഷിക്കാം. നിങ്ങളുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് അപേക്ഷ നൽകാം. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടുകയും അതിനുശേഷം അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പുമായി നിങ്ങളുടെ അടുത്തുള്ള മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ സമർപ്പിക്കണം. അപേക്ഷ വെക്കേണ്ടത് ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ മുഖേനയാണ്. എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ മുടങ്ങാതെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയാൻ പോകുന്നത്. കേന്ദ്ര സഹായം 2000 രൂപ അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ട ആളുകൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കിസാൻ സമ്മാൻ നിധി യോജനയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് 2025-ൽ 6000 രൂപയുടെ ധനസഹായം ഉണ്ടായിരിക്കുന്നതാണ്. 19, 20, 21 ഗഡുക്കളിലായിട്ടാണ് 2000 രൂപ വീതം ലഭിക്കുക. കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്ന ഈ തുക ഓരോ വർഷവും 3 തവണ വീതം ലഭിക്കും. കർഷകർ KYCയും അതുപോലെ തന്നെ ലാൻഡ് സീഡിങ്ങും ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇവ പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും കിസാൻ സമ്മാൻ നിധിയുടെ തുക എത്തിച്ചേരുക. എല്ലാവരും ഇത്രയും അറിയിപ്പ് ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.